നമസ്തേ. ഇന്നത്തെ ഇൻട്രോയിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നമസ്തേ ടിഫിൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. നമസ്തേ ടിഫിൻസിൽ ഞാൻ നൈറ്റ് ഒരു ചായ കുടിക്കാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ ഇവർ എൻ്റെ വീക്ക് പോയിൻ്റ് ആയിട്ടുള്ള പാനിപൂരീൻ്റെ ബോർഡാണ് അവിടെ മുന്നിൽ ഫസ്റ്റ് അവർ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് ട്രൈ ചെയ്യാതെ പോകാൻ വേണ്ടി പറ്റുമോ? എനിക്കാണെങ്കിൽ തീരെ വിശപ്പില്ല. പക്ഷേ ഇന്ന് എനിക്ക് വേണ്ടി ഈ പാനിപൂരി ഗോകു ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഗോകുവിനാണ് പാനിപൂരി കഴിക്കാൻ വേണ്ടി തോന്നുന്നത്. സോ ഓക്കെ, എപ്പോഴുള്ള എൻ്റെ പാനിപ്പൂരി ക്രേവിങ് ഗോകു സഹായിച്ചിരുന്നതുകൊണ്ട് ഗോകു ഒറ്റയ്ക്ക് പാനിപ്പൂരി കഴിച്ചോട്ടെ എന്ന് കരുതി. പക്ഷേ എനിക്ക് എല്ലാ സ്ഥലത്തു നിന്ന് കിട്ടുന്ന പാനിപ്പൂരിനേക്കാളും ഒരു വെറൈറ്റി പ്രസൻറ്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇവർ തന്നത്. അതായത് നമ്മൾ പാനിപ്പൂരി പെട്ടെന്ന് കഴിച്ചു തീർക്കണം അല്ലേ, അതായത് ഇത് സോഗിയായിപ്പോവും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതുകൊണ്ട്. പക്ഷേ ഇത് നമുക്ക് സംസാരിച്ച് പയ്യെ നമുക്ക് വേണ്ട മിക്സ്, മീട്ട കൂടുതൽ വേണോ അല്ല പാനിയാണോ കൂടുതൽ വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് അറേഞ്ച് ചെയ്ത് കഴിക്കാം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാനിപ്പൂരിൻ്റെ ഫോം. ഞാൻ അല്ലെങ്കിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഓക്കെ അത് സോഗിയായി പോകുന്നതിന് മുന്നേ പെട്ടെന്ന് കഴിക്കണം. ഒരു എനിക്ക് എൻജോയ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല. പക്ഷേ ഈ പ്ലേറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒന്ന് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഗോകുവാണ് ബാക്കിയെല്ലാം കഴിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സിൽ ഒരാളായി മാറിയിട്ടുണ്ട്. പാനിപ്പൂരി ഇപ്പം കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആലപ്പുഴയുള്ള നമസ്തേയിലാണ് വരാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.